ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അനോവ തന്നെയാണ്. അപ്പോൾ അനോവ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, അനാലിസിസ് ഓഫ് വേരിയൻസ്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ R.A. ഫിഷർ. അനോവയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു പാരാമെട്രിക് ടെസ്റ്റാണ്. രണ്ടിൽ കൂടുതൽ ഗ്രൂപ്പ്സിൻ്റെ വേരിയൻസിൻ്റെ ബേസിസിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി അനാലിസിസിനാണ് നമ്മൾ അനോവ യൂസ് ചെയ്യുന്നത്. അനോവേനെ മെയിൻലി രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് വൺ വേ അനോവയും രണ്ട് ടു വേ അനോവയും. വൺ വേ അനോവ എന്ന് പറയുമ്പോൾ ഹിയർ വി കൺസിഡർ ഓൺലി വൺ ഫാക്ടർ. ഒരു ഫാക്ടർ മാത്രം കൺസിഡർ ചെയ്യുക. സോളോ ഫാക്ടറിൻ്റെ ബേസിസിൽ നമ്മളൊരു കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് വൺ വേ അനോവ എന്ന് പറയുന്നത്. ടു വേ അനോവ എന്ന് പറയുമ്പോൾ ടു ഫാക്ടേഴ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും അറ്റ് ദ സെയിം ടൈം. അതിനെയാണ് നമ്മൾ ടു വേ അനോവ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് വൺ വേ അനോവയാണ്. വൺ വേ അനോവയുടെ കാൽക്കുലേഷന് വേണ്ട സ്റ്റെപ്സും നമ്മൾ പറഞ്ഞിരുന്നു. അനോവ റിലേറ്റഡ് ആയിട്ടുള്ള വൺ വേ അനോവ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആ സ്റ്റെപ്സ് ഒന്നുകൂടെ ഒന്ന് റീകളക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോബ്ലം ചെയ്യുന്നതിന് മുൻപ് ഹൈപ്പോത്തേസിസ് സെറ്റ് ചെയ്യണം. നൾ ഹൈപ്പോത്തേസിസും ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തേസിസും. പിന്നെ നമുക്കറിയാം ഇവിടുത്തെ അനോവയുടെ കോഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എഫ് റേഷ്യോ ആണ്. എഫ് റേഷ്യോയിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം MS E ഡിവൈഡഡ് ബൈ MSC അല്ലെങ്കിൽ ലാർജർ വേരിയൻസ് ഡിവൈഡഡ് ബൈ സ്മോളർ വേരിയൻസ്. അതാണ് എഫ് റേഷ്യോൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. SST വേണം, SSC വേണം, SSE വേണം. SST എന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ ആണ്. അതായത് നമ്മൾ ഓരോ വേരിയബിൾ എടുക്കുന്നു, അതിൻ്റെ സ്ക്വയർ കാണുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? T സ്ക്വയർ മൈനസ് N വെച്ചിട്ട് അത് ഡിഡക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ T എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ആണ്. എത്ര വേരിയബിൾസ് ഉണ്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് T എന്ന് പറയുന്നത്. അതിൻ്റെ സ്ക്വയർ കാണാം, ഡിവൈഡഡ് ബൈ N നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നതാണ് N. അപ്പോൾ ആ N വെച്ചിട്ട് T സ്ക്വയറിനെ ഡിവൈഡഡ് ബൈ N നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ SST എന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ. സം ഓഫ് സ്ക്വയേഴ്സ് അതായത് ഓരോന്നിൻ്റെയും ഓരോ ഒബ്സർവേഷൻ്റെയും സ്ക്വയർ കാണാം, അതിൻ്റെ ടോട്ടൽ മൈനസ് T സ്ക്വയർ ഡിവൈഡഡ് ബൈ N. അപ്പോൾ നമുക്ക് SST കിട്ടും. ഓക്കെ, രണ്ടാമത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് SSC ആണ്. അതായത് ഇവിടെ നമുക്കറിയാം വൺ വേ അനോവ എന്ന് പറയുമ്പോൾ കോളം വൈസ് മാത്രമുള്ള കമ്പാരിസൺ ആണ്. അപ്പോൾ ഇവിടെ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് കോളംസ് ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് SSC എന്ന് പറയുന്നത്. അതായത് പ്രോബ്ലം കിട്ടുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഓരോ കോളത്തിൻ്റെയും ടോട്ടൽ കാണണം. അപ്പോൾ ഫസ്റ്റ് കോളത്തിന് X1, രണ്ടാമത്തെ കോളത്തിന് X2, X3, അങ്ങനെ നമ്മൾ ഓരോ കോളത്തിൻ്റെയും X1, X2, X3യുടെ സിഗ്മ കാണുന്നുണ്ടാവും. ഓരോന്നിൻ്റെയും ടോട്ടൽ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ അതിൻ്റെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, എത്ര കോളം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സിഗ്മ X സ്ക്വയർ ഡിവൈഡഡ് ബൈ N1 പ്ലസ് സിഗ്മ X2 സ്ക്വയർ അടുത്ത കോളാണ്, അതിൻ്റെ ടോട്ടൽ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ അതിൻ്റെ എത്ര കോളം എണ്ണം ഉണ്ട്, അപ്പോൾ N2 പ്ലസ് അടുത്ത കോളം X3 സിഗ്മ X3 ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ N3. അങ്ങനെ നമ്മൾ എത്ര കോളംസ് ഉണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും സിഗ്മ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ N1 മൈനസ് T സ്ക്വയർ ഡിവൈഡഡ് ബൈ N SSC കിട്ടും. ഇപ്പോൾ നമുക്കിവിടെ ഓൾറെഡി SSTയും SSEയും കിട്ടി. ഇനി നമ്മൾ എന്ത് കാണണം? SSE കാണണം. അതായത് ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സിൻ്റെ ടോട്ടലാണ് SST. അതിൽ നിന്ന് ഈ SSC ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? SSE കിട്ടും. അപ്പോൾ നമുക്ക് മൂന്ന് കാര്യങ്ങൾ കിട്ടി: SST, SSC, SSE. SST എന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയേഴ്സിൻ്റെ ടോട്ടലാണ്. SSE എന്ന് പറയുന്നത് ബിറ്റ്വീൻ സാമ്പിളിൻ്റെ വേരിയൻസും, അതുമാതിരി SSE എന്ന് പറയുന്നത് വിത്തിൻ സാമ്പിളിൻ്റെ വേരിയൻസും ആണ്. ഇവിടെ നമ്മൾ കോളം വൈസ് മാത്രമാണ് ഒരു കമ്പാരിസൺ ചെയ്യുന്നത്. ഇവിടെ അപ്പോൾ നമ്മൾ SST, SSC, SSE കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഈ SSCനെ K-1, K എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് ആണ്, എത്ര കോളം ഉണ്ട് -1. അപ്പോൾ SSCനെ K-1 കൊണ്ട് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ
ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എം എസ് സിയും എസ് എസ് ഇനെ ഡിവൈഡഡ് ബൈ എൻ മൈനസ് കെ നമുക്ക് എം എസ് ഇയും കിട്ടും. അപ്പോൾ എം എസ് സിയും എം എസ് ഇയും ആയി. ഇനി അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എഫ് റേഷ്യോ കിട്ടും. ഈ എഫ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടഡ് വാല്യൂ ആണ്. ആ കമ്പ്യൂട്ടഡ് വാല്യൂവിനെ നമ്മൾ പിന്നെ എന്ത് ചെയ്യും, ടേബിൾ വാല്യൂ വെച്ച് കമ്പയർ ചെയ്യും. കമ്പ്യൂട്ടഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാളും താഴെയാണെങ്കിൽ ആ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. ആ സെയിം കാര്യം നമ്മൾ അനോവ ടേബിൾ വെച്ച് റിപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കൂ. ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത് 5 പ്ലോട്ട്, അതിൽ ഓരോരോ ട്രീറ്റ്മെൻറ്റ്സിൻ്റെയും വെറൈറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്യുന്നതിൻ്റെ എന്നിട്ട് എത്രത്തോളം ഇമ്പാക്റ്റ് ഈൽഡിൽ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഈൽഡ് എന്ന് പറയുന്നത് ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്, അതിലാണ് ഒരു എഫക്റ്റ് നമ്മൾ നോക്കുന്നത്. എന്നാൽ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരേ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉള്ളൂ, അതാണ് ട്രീറ്റ്മെൻറ്റ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വൺ വേ അനോവ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഹിയർ വി കൺസിഡർ ഓൺലി വൺ വേരിയബിൾ, ദാറ്റ് ഈസ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ കോളം വൈസ് ആയിട്ട് എഴുതിയേക്കാണ്. അപ്പോൾ ആ കോളം വൈസ് കമ്പാരിസൺ മാത്രമേ നമ്മളിവിടെ വൺ വേ അനോവേനകത്ത് വരുള്ളൂ. 4 കോളമാണ് വരുന്നത്, 1 2 3 4 5. അപ്പോൾ ആദ്യം ഈ കോളത്തിൻ്റെ 4 കോളത്തിനെയും നമ്മൾ ഫസ്റ്റ് കോളത്തിന് x1, രണ്ടാമത്തെ കോളം x2, 3 x3 x4, അങ്ങനെ നമ്മൾ 4 കോളത്തിനും പേര് കൊടുത്തു. ആ 4 കോളത്തിൻ്റെയും ടോട്ടൽ ഫസ്റ്റ് ഓഫ് ഓൾ വി കാൽക്കുലേറ്റ്. അപ്പോൾ നമുക്ക് സിഗ്മ x1, സിഗ്മ x2, സിഗ്മ x3, സിഗ്മ x4 കിട്ടും. പ്രോബ്ലത്തിൽ x1 സിഗ്മ x1 240, നെക്സ്റ്റ് 330, 330, 400 അങ്ങനെ നമുക്ക് എല്ലാം കിട്ടി. ഇനി n നമ്പർ ഓഫ് ഒബ്സർവേഷൻ കാണാൻ നമുക്കറിയാം, ആകെയുള്ള എണ്ണാണ്, ഓരോന്നും കൗണ്ട് ചെയ്ത് നോക്കണ്ട. നമുക്ക് എത്ര കോളം ഉണ്ട് എത്ര റോ ഉണ്ടെന്ന് ആകെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 4 കോളം അതുമാതിരി തന്നെ താഴത്തേക്കും എന്ത് വരുന്നുണ്ട്, 5 റോസും വരുന്നുണ്ട്. അപ്പോൾ ആ 4 × 5 നോക്കുമ്പോൾ നമുക്ക് 20 n കിട്ടി. കെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് കോളാണ്. ഇവിടെ 4 കോളംസ് ആണ് വരുന്നത്. അപ്പോൾ k = 4. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മുൻപായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമ്മൾ ടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതായത് t² ഡിവൈഡഡ് ബൈ n നമ്മൾ എല്ലാത്തിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടി എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ് ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ 20 ഒബ്സർവേഷൻസിൻ്റെയും ടോട്ടലാണ് ഇതെന്ന് പറയുന്നത് നമ്മൾ ടി എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ സിഗ്മ x1, x2, x3, x4 അതിൻ്റെ എല്ലാത്തിൻ്റെയും സിഗ്മ ആഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, ടി കിട്ടും. അപ്പോൾ ടി എന്ന് പറയുന്നത് 1300 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് കാണണം, ഈ t² ഡിവൈഡഡ് ബൈ n കാൽക്കുലേറ്റ് ചെയ്യണം. 1300 ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. അപ്പോൾ നമുക്ക് 84,500 t² ഡിവൈഡഡ് ബൈ n കിട്ടും. ഇനി 3 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്, SST, SSC, SSE. SST എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഓരോ ഒബ്സർവേഷൻ്റെയും സ്ക്വയറാണ് എന്നു പറയുന്നത്, അതിൻ്റെ ടോട്ടലാണ് SST എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരോ വേരിയബിളും എടുക്കുക, അതായത് ഇവിടെ നമുക്ക് 20 ഒബ്സർവേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ക്വയർ കാണാം, മൈനസ് t² ബൈ n, അതാണ് എന്തെന്ന് പറയുന്നത് SST. ഓരോ ഒബ്സർവേഷൻ്റെയും സ്ക്വയർ കണ്ടു, ടോട്ടൽ ചെയ്തപ്പോൾ മൈനസ് t² ഡിവൈഡഡ് ബൈ n 4236 കിട്ടി. അപ്പോൾ SST കിട്ടി. നെക്സ്റ്റ് SSE ആണ്, അതായത് ഓരോ വേരിയബിളിൻ്റെയും സിഗ്മ² ഡിവൈഡഡ് ബൈ n1 മൈനസ് അതെല്ലാം കൂടെ ആഡ് ചെയ്യുക, മൈനസ് t² ഡിവൈഡഡ് ബൈ n ആണ് SSE എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഇവിടെ സിഗ്മ x1, x2, x3, x4 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 240 ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 5, 330 ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 5, 330 ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ 5, 400 ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 5. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ കൂട്ടാം, മൈനസ് t² ഡിവൈഡഡ് ബൈ n. ഇറ്റ്സ് ഓൾറെഡി കാൽക്കുലേറ്റഡ്. 54,500 ആണ്. അത് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 2580 നമുക്ക് SSC കിട്ടി. ഇനി SSE കാണാൻ എന്ത് ചെയ്യണം, ആ SSTയിൽ നിന്ന് SSC നമ്മൾ ഡിഡക്റ്റ് ചെയ്താൽ മതി. നമുക്കിത് രണ്ടും ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4236ഉം SSC 2580 ആണ്. അത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 1600
56 SSCയും കിട്ടി. അപ്പോൾ 3 കാര്യം കിട്ടി. SST 4236, SSC 2580, SSE 1656. ഇതിനെ ഡിഗ്രി ഓഫ് ഫ്രീഡം കൊണ്ട് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? MSCയും MSEയും കിട്ടും. അപ്പോൾ SSCനെ ഡിവൈഡഡ് ബൈ K-1 നമുക്ക് 860 MSC കിട്ടി. MSC എന്ന് പറയുന്നത് SSE ഡിവൈഡഡ് ബൈ N-K 1656 ഡിവൈഡഡ് ബൈ 20 - 4 103.5 നമുക്ക് MSEയും കിട്ടി. ഇനി ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ രണ്ടിൻ്റെയും നമുക്ക് വേരിയൻസ് കിട്ടി. അതായത് ബിറ്റ്വീൻ സാമ്പിൾസും വിത്തിൻ സാമ്പിളിൻ്റെയും വേരിയൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുക. 860 ആണ് നമ്മൾ MSC എന്ന് പറയുന്നത്, 103.5 ആണ് MSC. അപ്പോൾ അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യും, കമ്പയർ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അതിന് മുൻപ് നമ്മളിത് അനാലിസിസ് ഓഫ് വേരിയൻസ് ടേബിൾ, അനോവ ടേബിൾ വെച്ച് പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുക. 4 കോളംസ് നമ്മളിതിന് പ്രൊവൈഡ് ചെയ്യും. സോഴ്സ് ഓഫ് വേരിയേഷൻ, അതിനകത്ത് വരുന്നതാണ് ബിറ്റ്വീൻ സാമ്പിൾസും വിത്തിൻ സാമ്പിൾസും. ദെൻ നെക്സ്റ്റ് കോളത്തിൽ വരുന്നത് സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. അതിനകത്ത് വരുന്നത് SSCയും SSE SST. പിന്നെ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡാണ് നെക്സ്റ്റ് കോളത്തിൽ വരുന്നത്. K-1 N-K നമുക്കറിയാം അത് രണ്ടെണ്ണം. പിന്നെ SSTയുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് N-1 ആണ് വരിക. ഓക്കെ, പിന്നെ എത്ര കോളം മീൻ സ്ക്വയർ. അപ്പോൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. ഫസ്റ്റ് നോക്കുക, ബിറ്റ്വീൻ സാമ്പിൾസ് കഴിഞ്ഞാൽ SSC നമ്മൾ SSC കണ്ടുപിടിച്ചു 2580, SSEയും കണ്ടുപിടിച്ചു. ഇതിൻ്റെ രണ്ടിൻ്റെയും ടോട്ടലാണ് SST. അല്ലെങ്കിൽ നമ്മൾ മുൻപ് കണ്ടുപിടിച്ച SST എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ ആ കോളം കഴിഞ്ഞു. പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്കറിയാം. SSCനെ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് K-1 ആണ്. അതുകൊണ്ടാണല്ലോ ഡിവൈഡ് ചെയ്യണത്. അപ്പോൾ നമുക്ക് അടുത്ത കോളത്തിലെ MSC നമുക്ക് കിട്ടും. പിന്നെ SSE നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതിന് അതിൻ്റെ ഡിവൈഡഡ് ബൈ N-K ആണ് എന്ത് SSEയുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ ഈ SSEനെ N-K കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അടുത്ത കോളത്തിലെ മീൻ സ്ക്വയർ ആയ MSE കിട്ടുന്നത്. ഇതെല്ലാം ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇങ്ങനെ എഴുതി ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താഴത്തെ നമുക്കറിയാം N-1 ആയിരിക്കും എന്തെന്ന് പറയുന്നത് SSTയുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ ഈ MSC ഡിവൈഡഡ് ബൈ MSE ആണ് എന്ത് നമുക്ക് കമ്പ്യൂട്ടഡ് വാല്യൂ 8.3 കിട്ടിയത്. ദെൻ നമുക്കറിയാം ടേബിൾ വാല്യൂ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ ടേബിൾ വാല്യൂവിന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അറിഞ്ഞിരിക്കണം. അത് നമുക്ക് ഒന്നും ഇവിടെ പറയാത്ത സ്ഥിതിക്ക് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് എടുക്കുക. ഇനി ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് K-1, അതായത് നമ്മൾ SSCയുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം, അതുപോലെ തന്നെ SSEയുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവും, DF1ഉം DF2ഉം. അപ്പോൾ K-1, N-K ആണ് എന്ത് വരാ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ K-1 നമുക്ക് അറിയാം 4 കോളാണ്. അപ്പോൾ 4 - 1 3 കിട്ടി. N-K എന്ന് പറയുമ്പോൾ അറിയാം N 20 ആണ്. 20 - K നമ്പർ ഓഫ് കോളംസ് 4 ആണ്. അപ്പോൾ നമുക്ക് 16 കിട്ടി. അപ്പോൾ DF1 3ഉം DF2 16 ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, F ഡിസ്ട്രിബ്യൂഷൻ്റെ ടേബിൾ എടുക്കുക. അപ്പോൾ DF1 3ഉം DF2 16 ആക്കിയിട്ട് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഇക്വലൻ്റ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ ടേബിൾ വാല്യൂ നമുക്ക് 3.24 കിട്ടും. അപ്പോൾ കമ്പ്യൂട്ടഡ് വാല്യൂ അല്ലെങ്കിൽ F റേഷ്യോ 8.3ഉം ടേബിൾ വാല്യൂ 3.24 ആണ്. അപ്പോൾ ടേബിൾ വാല്യൂ 3.24നേക്കാളും വലുതാണ് എന്ത് കമ്പ്യൂട്ടഡ് വാല്യൂ 8.3. അറിയാം കമ്പ്യൂട്ടഡ് വാല്യൂവിനേക്കാളും ടേബിൾ വാല്യൂവിനേക്കാളും താഴെയാണ് കമ്പ്യൂട്ടഡ് വാല്യൂ എങ്കിലാണ് ആക്സെപ്റ്റ് ചെയ്യുക. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ടേബിൾ വാല്യൂവിനേക്കാളും വലുതാണ് കമ്പ്യൂട്ടർ വാല്യൂ. സോ വി റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്. ആ ഒരു അസംഷനിൽ നമ്മൾ എത്താണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ ട്രീറ്റ്മെൻറ്റ്സ് ഹാവ് സെയിം എഫക്റ്റ് എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇവിടെ റിജക്റ്റ് ചെയ്തതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ്സ് ഡു നോട്ട് ഹാവ് ദ സെയിം എഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു കൺക്ലൂഷനിൽ നമ്മൾ എത്തും. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. താങ്ക് യു സോ മച്ച്.